ചത്തേനെ ഒരു വണ്ടി കുറി വന്ന് മെല്ലെ കറക്ക് മെല്ലെ കേട്ടോ. പ്രത്യേകിച്ച് പരിപാടിയില്ല, ഇന്ന് ഫുള്ളും ബോറിങ് അടിച്ച ദിവസം. അമ്മ പറഞ്ഞിട്ടുണ്ട് നല്ല വേവുള്ള അരി മേടിച്ചുകൊണ്ടിരാൻ. അപ്പോൾ അതിൽ കൂടെ എനിക്ക് പോയിരുന്നു. ഇപ്പോൾ ഞങ്ങൾ മെയിൻ റോഡ് കൂടെ പോകാം കേട്ടോ. അതാണെങ്കിൽ അധികം ചവിട്ടേണ്ട ആവശ്യമൊന്നുമില്ല, സൈഡിൽ കൂടെ മെല്ലെ പോയാൽ മതി, നല്ല കാറ്റുണ്ടാവും. അരി മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളെ ഗ്രൗണ്ടിൽ പോയി നോക്കണം കേട്ടോ. 2-3 ദിവസമായി ഗ്രൗണ്ടിൽ പോവാതെ ഫുള്ള് വീട്ടിൽ തന്നെ. ഇത് കുടിക്കടാ. ഇപ്പോഴത്തെ കടയൊക്കെ അടച്ചുണ്ടല്ലോ. ഇന്ന് ലീവിടാ. പോകുമ്പോൾ വ്ളോഗ് എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ബ്രേക്ക് ഇല്ലാത്തതുകൊണ്ട്. അത് മാത്രമല്ല സാധനം മേടിക്കാണ്ട് മെയിൻ റോഡിൽ കൂടെ പോകുമ്പോൾ ചെറിയ പേടിയുണ്ടായാലും എനിക്ക് വ്ളോഗ് എടുക്കാൻ പേടിയാവുക. ചേച്ചി അരി ഉണ്ടോ? അരി നല്ല വേവുള്ള അരി. ബിസ്ക്കറ്റ് മേടിക്കണോ? ഉണ്ട് ബോണ്ട് ലഡു. 10 കിലോ അരി ഇത്ര ഉണ്ട് ഞാൻ വിചാരിച്ചില്ല. നോക്ക്, അയ്യോ വേണ്ട, 10 കിലോ അരി സൈക്കിളിൻ്റെ മേലെ. സൈക്കിള് സീറ്റ് തികയണില്ല. അത് 2 ഫ്രൂട്ടി ചെയ്ത് അടിച്ചിരുന്നു. ഉള്ളിൽ കാണാണ്ടല്ലേ, മാങ്ങേൻ്റെ കേട്ടോ അടിച്ചേ. ഇവിടെ നിന്നാ പോരെ, വേണ്ടല്ലേ. ഇവിടെ ഓരോരുത്തർ ഇവിടെ കള്ളു കുടിച്ചിട്ട് അതിൻ്റെ കുപ്പീൻ്റെയും വേസ്റ്റ് എന്തൊക്കെ ഉണ്ട്. കുറേ എണ്ണതാ വഴിയിൽ റോഡിൻ്റെ സൈഡിലിരിക്കും. കാണുന്നുണ്ടോ? ഞാൻ അപ്പോൾ കാണിച്ചതാണ്. അതാ ഇരിക്കണണ്ട. ഇവിടെ 30 എല്ലാവരും കൂടി ടീമായിട്ട് ഇവിടെ ഇരിക്കാറ് തോന്നുന്നു. അവിടുന്ന് എല്ലാം തിന്നാം കയറാൻ. ഇവിടെ നിന്ന് ഈ വെയിറ്റുള്ള സാധനം കൊണ്ട് കുണ്ടും കുഴിക്കൂടെ ഞാൻ വെക്കാം. ഇത് പിടിച്ചോ. സൈക്കിൾ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് നിൽക്കുമായിരിക്കുമല്ല, അത് ഒരു ഒഴുക്കിലങ്ങോട്ട് ഫ്രൂട്ടിയും ബിങ്കോവും തിന്നെടുത്തിട്ട് പോവാം. ജലദോഷത്തിൽ വെള്ളത്തൊക്കെ നോക്കിയിട്ട് തണുത്ത ജ്യൂസും ബിങ്കോവും തിന്നിരിക്കാനുള്ള സുഖം ഉണ്ടല്ലോ. ആഹാ, ഈ സുഖം എവിടെയും കിട്ടൂല. അതൊക്കെ വലിയ മീൻ പോണാണുണ്ടോ? അതൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. അങ്ങോട്ട് ഒരു വലിയ മീൻ പോണുണ്ടോ? അതുണ്ടാവും. പോയല്ലേ അത്. അതാ പോണു. ഇതാക്കണം. ബിങ്കോ തിന്നു കഴിഞ്ഞാൽ ജ്യൂസ് കുടിച്ച് കഴിഞ്ഞാൽ ഈ ജ്യൂസിൻ്റെ ഇതുകൊണ്ട് നമ്മൾ പണ്ട് ചെയ്യണ കാര്യങ്ങളൊക്കെ അല്ലേ, എന്താണെന്ന് എനിക്കറിയോ? എന്തറിയോ? പൊട്ടിക്കണേ. പൊട്ടിക്കുക. അതങ്ങനെയല്ല, അത് തുറക്കണത്. അരി 450. 400 450 എത്ര വേണം? 400. പിന്നെ ഇതിന്ന് 10 രൂപയ്ക്ക് ബബിൾക്കോ അതോ മറ്റേ എന്താ മേടിക്കുക? എടാ നിനക്ക് കുടിക്കണ ഇടയമ്മേടാ ജ്യൂസ്. നമ്മൾ അവിടുന്ന് കുടിക്കണേ. അവിടെ അവിടുന്ന് കുടിക്കണേ. എന്ത് ജ്യൂസാ? ജ്യൂസ് അതെ കിട്ടണ്ടേ സോഡ. ഒരു സോഡ കുടിച്ചിട്ട് വേഗം വരാം കേട്ടോ. ബാക്കി 40 കൊണ്ടുവന്ന് കൊടുക്കാം. ഗ്രൗണ്ടിലേക്ക് ഒന്ന് പോയി നോക്കി നോക്കണം. ഇവിടെ ഇനി കളിക്കാനുള്ള ആരുമില്ല. എല്ലാവരും ഓരോരോ സ്ഥലത്ത് പോയി കൊണ്ടിരിക്കുക. എല്ലാവരും നേരത്തെ കളിക്കാൻ കുറച്ച് രസം ഉണ്ടാവുമായിരുന്നു. കാറില്ല ഹിമാലകൾ എങ്ങോട്ടൊക്കെ പോയിക്കും. നീ ചോട്ട് മൊത്തം കൂടി കേട്ടാ. ഇനി ഗ്രൗണ്ടിൽ പോകണടാ. കുറേ ദിവസമായി ഗ്രൗണ്ടിൽ പോയിട്ട് ഒന്ന് കറക്കിയിട്ട് കൊണ്ടുവരാം. നമ്മ ഗ്രൗണ്ടിൽ വെള്ളം നിറഞ്ഞ നടുവില് വല്ലവൻ്റെ പറമ്പായാലും നമ്മളെ ഗ്രൗണ്ട് പറഞ്ഞാൽ കളിക്കണ നല്ല സുഖമുണ്ടല്ലേ. അതിനൊരു വേറൊരു പോസിറ്റീവ് വൈബാണ്. നമുക്ക് വെള്ളം നിറഞ്ഞിട്ട് മഴ ചാറുണ്ട്. നിനക്കറിയണ്ടോ മഴ ചാറുണ്ട് എന്ന്? പൊട്ടനായ കൊണ്ടാ. ഇപ്പോൾ ഒരു റൗണ്ട് കൂടി കറക്ക്. മെല്ലെ കറക്ക്, ചളി കൂടെ ഇറക്കല്ലേ. കളിക്കാൻ ആരുമില്ല, അല്ലെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് കളിക്കായിരുന്നു. ഒച്ചയില്ലാതെ എങ്ങനെ സൈക്കിൾ കൊണ്ട് ഇവിടെ പോകാൻ എന്ത് സുഖം അറിയോ? ഒന്നുകൂടി സൈലൻ്റ് ആക്കിയിട്ട് ഒരു റൗണ്ട് പോയി. സൈലൻ്റ് ആക്കിയിട്ടല്ല, ഒച്ചയില്ലാതെ ഒരു റൗണ്ട് കൂടി കറങ്ങിയിട്ട് പാർന്നിക്കണേ. കറക്കറിഞ്ഞ കറക്കിയിട്ടത് അവിടെ മെല്ലെ കേട്ടോ. നീ ഇറങ്ങ്. ഇന്നലെ വീണേൻ്റെ
അറിയില്ല. അപ്പോഴത്തേക്ക് അവൻ്റെ ഓരോരോ എണീറ്റ് ചവിട്ടാൻ നല്ല സുഖം തോന്നുന്നു. ഇനി ഇറങ്ങിക്കാം, ഞാൻ ഒരു റൗണ്ട് ഇറങ്ങിയിട്ട് വരാം. ചാർജ് നല്ല കുറവുണ്ട് കേട്ടോ, എനിക്ക് എഡിറ്റ് ചെയ്യാനും ഉണ്ട്. വീട്ടിൽ വേഗം എത്തുമോ മഴ ചെയ്യുമ്പോഴത്തേക്കും? റോട്ടിൽ കൂടെ പോകണ്ട, കോഴിക്കോട് തന്നെ പോവാം. എനിക്ക് എങ്ങോട്ട് തിരിഞ്ഞപ്പോൾ സൈഡിക്ക് ചത്തേനെ ഒരു വണ്ടി കുറിയല്ല ബാക്കല്ല വന്നു കേട്ടോ. സൈക്കിൾ ഇതിൽ കൂടെ സൈഡിൽ കൂടെ കൊണ്ടുപോകാൻ നോക്കി, സൈഡിൽ കൂടെ കൊണ്ടുപോകാൻ സ്ഥലമൊന്നും ഇല്ല. സൈക്കിളിൻ്റെ ടയറിൻ്റെ ഇതൊക്കെ കാണിച്ചു കൊടുക്ക്. ഇതിപ്പോൾ ഇവിടുന്ന് ഇത്ര ഗ്യാപ്പേ ഉള്ളൂ മറ്റേ കോൺക്രീറ്റ് റോഡിൻ്റെ. ഇതിൽ കൂടെ ഇങ്ങനെ സൈക്കിൾ ഇങ്ങനെ കൊണ്ടുവരിക. വണ്ടി ഇതുക്കൂടെ പോയി, സൈക്കിൾ ഇങ്ങനെ പോയി. വണ്ടി ഇവിടെ എത്തിയില്ല, അപ്പോഴത്തേക്ക് വണ്ടി മറിഞ്ഞ് ആ വണ്ടീൻ്റെ കാറിൻ്റെ ഫ്രണ്ടിക്കല്ലേ. സമയം 8 മണി കഴിഞ്ഞ് കേട്ടോ. ഞാൻ വൈകുന്നേരം കുറച്ചു നേരം ഗെയിം കളിച്ചിരിക്കുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഉണ്ണിയും അച്ഛനും എല്ലാവരും നരഞ്ഞ് വലിഞ്ഞ് വന്ന് ബോളും കൊണ്ട് വന്നു. എന്നിട്ട് കുറച്ചു നേരം ബോൾ കളിക്കാൻ പോയി. ചപ്പാത്തിയും ചിക്കൻ കറിയും ആയിരുന്നു ഇന്നലെ കേട്ടോ. ഇന്നലെ ശനിയാഴ്ച ആണെന്നോ അറിയില്ല. ഇന്നലെ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ ഇന്ന് അത് തന്നെ ചപ്പാത്തിയും മുട്ടക്കറിയും. ചോറ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്താ അറിയില്ല, രാവിലെ നേരത്തെ എണീക്കാൻ പറ്റിയിട്ട് ഞാൻ രാവിലെ അലാറം വെച്ച് നോക്കി കേട്ടോ. എത്ര മണിക്ക്? 7 മണിക്ക് വെച്ച് നോക്കി. 7 മണിക്ക് ഫസ്റ്റ് അലാറം വെച്ച് 8 മണിക്ക് വെച്ചിരുന്നു. 7 മണിക്ക് ഉള്ള അലാറം അടിച്ച് ചമ്മന്തി ബാക്കി ഉണ്ടായിട്ടില്ല. അങ്ങോട്ട് എല്ലാം കൈ വിട്ട് പോവുക, കയ്യിലൊന്നും കിട്ടണില്ല. കാര്യം പറഞ്ഞാൽ ഇന്ന് എന്തായാലും എനിക്ക് നേരത്തെ കടന്നുറങ്ങിയിട്ട് നേരത്തെ എണീക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. കുറച്ച് ദിവസം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കും. അപ്പോൾ എന്തായാലും വ്ളോഗ് ഇവിടെ നിന്ന് ക്ലോസ് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ പോയിട്ട് നാളെ വരാം കേട്ടോ.